കടലിലൊരു അടിപൊളി മീൻപിടുത്താൻ നമുക്ക് മധുവാട്ടനാ നിന്ന് വലയിടുന്നത് കടലില്. ഇപ്പോൾ ഈ വല ഇടുന്ന സ്ഥലം എന്ന് വെച്ചാൽ ഈ കടൽ വെള്ളം ഉള്ളിലേക്ക് വലിയുന്ന സ്ഥലത്തേക്കാണ് ഇപ്പോൾ ഒരു വലയിടല്. കണ്ടോ അങ്ങ് മധുവാട്ടൻ അങ്ങ് അവിടെ എത്തി. അപ്പോൾ ആ വല അങ്ങ് ഇട്ട് പോയാലും ചില വലയടക്കം കടലങ്ങ് ഉള്ളിലേക്ക് വലിച്ചങ്ങ് കൊണ്ടുപോകും. അതിന് ശേഷം വട്ടം ചുറ്റി കടൽ വെള്ളം പുറത്തേക്ക് തള്ളുന്ന ആ ഒരു സ്ഥലത്തെത്തുമ്പോൾ അത് വല ഇങ്ങനെ ഒരു സൈഡിലേക്ക് കൂടെ അങ്ങനെ കവർ ചെയ്ത് വരും. അങ്ങനെ അതിൻ്റെ ഒരു സിസ്റ്റം. അതാണ് ഈ ചില ആൾക്കാർ കടലിലിറങ്ങുമ്പോൾ അപകടം പറ്റുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ കടലിനെ അറിയാണ്ട് കടലിലേക്ക് ഇറങ്ങുമ്പോൾ എപ്പോഴും നമ്മൾ കടലിലേക്ക് വരുമ്പോൾ നമ്മളായിട്ടുള്ളൊരു അകലം പാലിച്ച് മാത്രം കടലിൽ നിൽക്കാൻ ഇതാവും. ഷാജേട്ടനുണ്ട്, ഇതാ കുമാരേട്ടനുണ്ട്. കുമാരേട്ടനാണ് ആ വലയേൻ്റെ ഒരു സൈഡ് കയറ് പിടിച്ച് നിൽക്കുന്നത് വലിക്കാൻ വേണ്ടിയിട്ടില്ലേ. നോക്കാം എന്തെല്ലാം മീനുണ്ടാവും നോക്കാം. മധുവാട്ടം വരലായി കുറേ സമയത്തെ പണിയാണ്. ആ തിരേൻ്റെ ഇടയ്ക്ക് നീന്തിപ്പോയി ആ വലയിലോട്ട് മധുവാട്ടനത് വരുന്നത്. അപ്പോൾ ഇനി 1.5 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇനിയിപ്പോൾ വല വലിക്കാം. മധുവാട്ടം കയറി വരുന്നത്. മധുവാട്ടൻ കരക്കെത്തി. അപ്പോൾ പൊതുവെ അതിലാണ് കേട്ടല്ലേ. അതല്ലേ ഏട്ടാ. ഇത് പിന്നെ 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുക്കണ്ടേ? 1 മണിക്കൂർ കഴിഞ്ഞിട്ട്. അപ്പോൾ ഇനി 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമുക്കിനി വല എടുക്കേണ്ടത്. 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. അതോട്ടാ മാലൻ, കടൽമാലൻ. അതുണ്ടോ? നല്ല അയില. ഇതന്നെ അയില? ഇല്ല കൊടുത്തു കഴുക. എണ്ണയിലുണ്ട്. ഇങ്ങോട്ടേക്ക് കൂട്ടിക്കോ. രാവിലെ ബോട്ട് പോയി ഇതന്നെ ബോട്ട് തോണി പേര് തന്നെ ഇട്ടത്. ഈ സൈസ് തന്നെ ഇട്ടത്. ഈ വലുപ്പം തന്നെ അതാ. അതോട്ടെ രാവിലെ ഒരു ട്രിപ്പ് കഴിഞ്ഞിട്ട് നമുക്കായിട്ട് ആദ്യം കടലിലേക്ക് ഇറങ്ങിയ പാടി. ഓക്കേ.